ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യണത് കേട്ടോ. ലോങ് വീഡിയോ എന്നൊക്കെ പറയാൻ പറ്റുമെന്നുള്ള എനിക്കറിയില്ല, എന്നാലും കഷ്ടി ഒരു 3 മിനിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ ഇന്ന് എവിടെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ കൊച്ചി എടപ്പള്ളിയിലാണ് ഞങ്ങളുള്ളത്. എടപ്പള്ളിയിലുള്ള ഗ്രാൻഡ് മോളിലാണ് നമ്മളുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സെറ്റപ്പൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ സ്പീഡ് വേ കൊച്ചിയിലാണ് ഉള്ളത്. അതാ ഈ കാണുന്ന വണ്ടി ഉണ്ടല്ലോ, അതൊന്ന് ഓടിച്ചിട്ട് ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. സോ കാർട്ടിംഗ് ആണ് ബേസിക്കലി നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോണത് കേട്ടോ. ഞാൻ ഈ വണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ടി വിയിലും അതുപോലെ റീൽസിലൊക്കെയാണ് കണ്ടിട്ടുള്ളൂ. ഇവിടെ വന്നതിന് ശേഷമാണ് ഡയറക്റ്റായിട്ട് കാണുന്നത്. ആൻഡ് ഈ ഒരു സാധനം ഓടിക്കാൻ പോണതും ഫോർ ദ വെരി ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കയറുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഇവരിത് എങ്ങനെയാണ് ഈ ഓടിക്കണേന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഈ ഒരു ലാപ്പിൻ്റെ ഒക്കെ പുറത്ത് ഇരുന്നിട്ട് കേട്ടോ. അപ്പോൾ മെയിൻലി എന്ന് പറഞ്ഞാൽ നമ്മൾ 10 ലാപ്പിനാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പെർ പേഴ്സൺ വരുന്നത് 400 രൂപയാണ്. 10 ലാപ്പ് കവർ ചെയ്യാനായിട്ട് കഷ്ടി നമുക്കൊരു 10 മിനിറ്റ് മതി ശരിക്കും പറഞ്ഞാൽ ഒരു ആവറേജ് സ്പീഡിൽ പോവുകയാണെങ്കിൽ കേട്ടോ. അപ്പം നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് മോളുടെ താഴെ പോയി ഒന്ന് കറങ്ങിയതിന് ശേഷം നമ്മുടെ എന്താ പറയുക ടൈം എത്തിയ സമയത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ അധികം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ടൈം എത്തി, നമ്മുടെ സ്ലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാപ്പിൽ കയറാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. തലേൻ്റെ മേലെ ഈ സാധനമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഓടിക്കാൻ പോണേ. അപ്പോൾ അതാ ഞങ്ങൾ വണ്ടി കയറാൻ പോവുക. അപ്പോൾ ഈ കയറുന്ന സമയത്ത് അവിടുന്ന് നമ്മുടെ ട്രെയിനർ പറഞ്ഞു, അതായത് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരെ ഏറ്റവും ബാക്കത്തെ വണ്ടി കയറണം എന്നുള്ളത്. ആ കമ്പാരിറ്റീവ്ലി ആ 4 ആൾക്കാരിൽ ഞാനതിന് ഹൈറ്റ് കുറവ്. അങ്ങനെ ഞാൻ എന്താ ഏറ്റവും ബാക്കിലത്തെ വണ്ടിയിൽ കയറി കേട്ടോ. പിന്നെ ഇത് എന്താ പറയുക, ഓടിക്കാനൊക്കെ ആയിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വെരി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് എനിക്ക് ഈ വണ്ടി ഒന്നും അങ്ങോട്ട് വളയണില്ല ഇനി കേട്ടോ. അതായത് ആദ്യത്തെ ലാപ്പ് പോകുന്ന സമയത്തെ ആദ്യത്തെ ലാപ്പിൽ ഇച്ചിരി ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ഞാൻ നേരെ പോയിട്ട് ആ ടയർമലൊക്കെ കൊണ്ടുപോയി ഇടിച്ച് അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ റെഡിയായി വന്നിട്ടോ. പിന്നെ എനിക്ക് അതിൻ്റെ ആ ഒരു മെക്കാനിസം എങ്ങനെയാണെന്ന് മനസ്സിലായ സമയത്ത് ഞാൻ നേരെ നല്ല സ്പീഡിലൊക്കെ ഓടിക്കാൻ തുടങ്ങി. അതിൻ്റെ മുന്നേ വരെ ഞാനിങ്ങനെ മെല്ലെ പമ്മിയായിട്ട് ഓടിച്ചുകൊണ്ടിരുന്നത് ആ ഫസ്റ്റത്തെ ലാപ്പ് മാത്രം. അപ്പോൾ എനിക്ക് മനസ്സിലായി ആദ്യത്തെ ഒരു ലാപ്പ് കയറുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഒരു ചെറിയൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് സെറ്റായിട്ടോ. അങ്ങനെ 10 ലാപ്പ് ഭയങ്കര അടിപൊളിയായിട്ട് നമ്മൾ ഓടിച്ചു. ആൻഡ് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നല്ല ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവർ 2 വാണിംഗ് നമുക്ക് തരും. അതായത് 2 പ്രാവശ്യം നമ്മൾ ആ ടയറിൽ പോയി ഇടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഓടിക്കാനായിട്ട് പറ്റില്ല. പിന്നെ നമ്മൾ ഡിസ്ക്വാളിഫൈ ആവും കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ ആ ടയർ കൊണ്ട് ഇടിച്ച സമയത്ത് ഓരോ എന്നോട് പറയുന്നുണ്ടായിരുന്നു ഫസ്റ്റ് വാണിംഗ് ആയി, ഇനി രണ്ടാമത് ഇടിക്കുകയാണെങ്കിൽ ഡിസ്ക്വാളിഫൈ ആവും, ലാപ്പിൽ നിന്ന് ഇറങ്ങേണ്ടി വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓടിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ഓടിക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര അടിപൊളിയാണ്, നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ തന്നെ ലേസർ ടാഗും ഉണ്ട്. ലേസർ ടാഗിൽ നമ്മൾ ഇത്തവണ പോയിട്ടില്ല, ബട്ട് ഉടനെ പോകും. പിന്നെ ഇവിടെ നമുക്കതാ ഇനി ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ വണ്ടി ഇങ്ങനെ ട്രാക്കിൽ ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെർച്വലായിട്ട് ഇങ്ങനെ ഓടിച്ച് കളിക്കാം കേട്ടോ. അതിനുള്ള സെറ്റപ്പും കൂടെ ഇവിടെ ഉണ്ട്. അങ്ങനെ ഞാൻ ചേച്ചി ഭയങ്കര ഹാപ്പി ആയിട്ട് കാർട്ടിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം നേരെ ഇനി തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാം. അപ്പം ശരി.